ഹായ് പറയും. അപ്പോൾ ഞങ്ങൾ മ്യൂസിക് ക്ലാസ്സിലേക്ക് പോവുകയാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക്. അങ്ങനെ ഞാനും ആമയും വീട്ടിൽ നിന്ന് ഇറങ്ങി മ്യൂസിക് ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം വൈകുന്നേരം 6 മണിക്കാണ് കേട്ടോ ക്ലാസ്. മ്യൂസിക് ക്ലാസ് കഴിഞ്ഞാടാ? ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടെ ആമിക്ക് നെക്സ്റ്റ് ഡേ ഫാൻസി ഡ്രസ്സിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം പിന്നെ അതിനുള്ള ഡ്രസ്സ് എടുക്കണം. അപ്പോൾ തലേദിവസം രാത്രിയായി, എന്നിട്ട് ഇതുവരെ ഡിസൈഡ് ആയിട്ടില്ല എന്തെടുക്കണമെന്ന്. ആദ്യം ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ ഷോപ്പിലെത്തട്ടെ, അവിടെ ചെന്നിട്ട് തീരുമാനിക്കാമെന്ന്. അങ്ങനെ അവിടെ എത്തിയത് ഒരെണ്ണം പെട്ടെന്ന് പറഞ്ഞു നമുക്ക് അഡ്വക്കേറ്റ് ആക്കിയാലോ എന്ന്. ഞാനും വിചാരിച്ചു എന്നാൽ അത് കൊള്ളാമല്ലോ, ഇതുവരെ ആയിട്ടുമില്ല. അങ്ങനെ അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കോസ്റ്റ്യൂംസൊക്കെ ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്തുമാത്രം കളക്ഷൻസ്, ഏതെടുക്കണമെന്ന് നമുക്ക് തന്നെ പെട്ടെന്ന് കൺഫ്യൂഷനായി. പിന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾ അഡ്വക്കേറ്റ് തന്നെ ആക്കി, വേറൊരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സിൻ്റെയൊക്കെ ട്രയൽ ചെയ്തിട്ട് ഏറ്റവും ഒടുവിൽ സെലക്ട് ചെയ്തു. ആദ്യം അമ്മയ്ക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് പതുക്കെ ഇഷ്ടമായി തുടങ്ങി. അങ്ങനെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് അഡ്വക്കേറ്റിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമിൻ്റെ എല്ലാ ഐറ്റംസൊക്കെ തന്ന് ഞങ്ങൾ അതൊക്കെ ആയിട്ട് താഴോട്ട് ബില്ലാക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ ആമിക്ക് തണ്ട് ഈ ഹാലോവിൻ്റെ തണ്ട് ഈ പംകിൻ ഉണ്ടല്ലോ, ആ ബോക്സ് വേണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം ബഹളമായിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പോൾ താഴെ ഇറങ്ങിയപ്പോഴായിരുന്നു ആമി ഈ കമ്മലിൻ്റെ ഈ സെക്ഷൻ കാണിച്ചു തന്നത്. സംഭവം എനിക്ക് വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിലും പിന്നെ വില കേട്ടപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ ആക്കി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഈ മെഹന്തി ഇടുന്ന ആളെ കണ്ടത്. പിന്നെ ആമി വിടൂല, ആമിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മെഹന്തി. പിന്നെ ആമിക്ക് പോട്ടെ 100 രൂപയല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കയ്യിലിടാന്ന് പറഞ്ഞ് അങ്ങനെ ആമി ഇടുകയാണ്. ഭയങ്കര ഹാപ്പിയായിരുന്നു. ആമി ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഹാപ്പിയാ? കോസ്റ്റ്യൂം പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 3 ആൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞാൽ ആകെ മൊത്തം ടയേർഡായി. അപ്പം പിന്നെ വീട്ടിൻ്റെ അടുത്തൊരു ഇതുപോലെ ദോശ കോർണർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എനിക്ക് ഒരെണ്ണേട്ടന് പാവ് ഭാജി, മസാല ദോശ, ആമിക്ക് ഉള്ളി ദോശയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പാഴ്സൽ ചെയ്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. കാരണം അപ്പോഴേ 9:45 ആയി. അതിൽ ചെന്നവിടെ ഒരെണ്ണേട്ടൻ പിന്നെ 3 ആൾക്കും പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ വേഗം കഴിച്ചിട്ട് കിടന്നു. കാരണം നാളെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് നേരത്തെ പോകണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.